റംലാനിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു മുട്ടപ്പത്തിരി ഉണ്ടാക്കിയെടുത്താലോ. നമുക്ക് വൈകുന്നേരം സ്നാക്കായിട്ട് എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതായത് ഇതുപോലെ മാവുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടപ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. സിമ്പിളാണ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് മൈദമാവ് എടുക്കാം കേട്ടോ. ഒരു ഗ്ലാസ് മൈദമാവിലേക്ക് ഒരൊറ്റ മുട്ട നമുക്ക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്ത് വയ്ക്കാം. ഒരു നുള്ള പാലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇല്ലാന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു നുള്ള നെയ്യ് ഉണ്ടെങ്കിൽ ഒഴിക്കാം, അതും കുഴപ്പമില്ല. ഇല്ലെങ്കിൽ പിന്നെ ഒരു ഇത്തിരി എണ്ണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് ഒഴിച്ചിട്ട് ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചത് ഇതുപോലെ ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അതുപോലെ ഒന്ന് കുഴച്ച് വയ്ക്കാം. നമുക്കത് കോരി ഒഴിച്ച് ഇങ്ങനെ പരത്തി കിടക്കാനുള്ള രീതിയിൽ. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരവി എടുത്തതിന് ശേഷം അതിലേക്ക് കുഞ്ഞു ജീരകം, അതുപോലെ 2-3 ഏലക്കയും, അതുപോലെ കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സ്, പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാര കേട്ടോ. ഇനി നിങ്ങൾക്ക് കാഷ്യൂ നട്ട്സിൻ്റെ കൂട്ടത്തിലേക്ക് വേണമെങ്കിൽ ഈന്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചാലും മതി. ഇന്ന് ഇതുപോലെ നമ്മുടെ മാവ് പാനിലേക്ക് കോരി ഒഴിച്ച് പരത്തി ഇതുപോലെ അങ്ങനെ ചുട്ടെടുക്കാട്ടെ. കണ്ടില്ലേ, ഇതുപോലെ പേപ്പർ പോലെ ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ കാഷ്യൂ നട്ട്സും പഞ്ചസാരയും തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഫില്ലിങ് ഒന്നാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ 4ആക്കി ഇങ്ങനെ മടക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു ഏലക്കയുടെയും ആ തേങ്ങയുടെയും കാഷ്യൂ നട്ട്സിൻ്റെ ഒക്കെ ചോയൊക്കെ പിടിച്ച് കഴിയുമ്പോഴല്ലോ നമുക്ക് ഈ ഒരു പത്തിരി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയൊരു അഭിപ്രായം പറയാൻ മറക്കല്ലേ കേട്ടോ. ബൈ.